നമുക്ക് ഇന്ന് സൈബർ സെക്യൂരിറ്റിയുടെ ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 40 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്രിപ്റ്റോഗ്രഫി? ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ സൈബർ സെക്യൂരിറ്റി പഠിച്ച സമയത്ത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്? ക്രിപ്റ്റോഗ്രഫിയുടെ വേർഡ് മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിഡൻ, ഗ്രഫി എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ്. സോ ഇറ്റ് ഈസ് ഹിഡൻ റൈറ്റിംഗ്. അപ്പോൾ നമുക്ക് ആ ഹിഡൻ റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് മീനിങ് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്. നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലൊക്കെയാണ് നമ്മൾ ഈ ടേം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു IT കമ്പനി അവരുടെ ഒരു ക്ലയൻറ്റിന് ഒരു സെൻസിറ്റീവ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഫയൽ ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം, അത് അവർക്ക് മാത്രമേ അത് കിട്ടാൻ പാടുള്ളൂ. വേറെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് അത് കിട്ടിയാൽ പോലും ആ ഒരു ഡാറ്റ സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കണം. അത് അവർക്ക് അത് മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇതാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് സെക്യൂറിങ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ യൂസ് ഓഫ് കോഡ് സോ ദാറ്റ് ദ പേഴ്സൺ ഓർ ദ കമ്പനി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് പ്രോസസ് ഇറ്റ്. ഇതാണ് നമ്മൾ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിഷനായിട്ട് ഇൻ്റർവ്യൂവറിന് കൊടുക്കേണ്ടത്. സോ ദസ് പ്രിവെൻറ്റിംഗ് അൺഓതറൈസ്ഡ് ആക്സസ് ടു ദ ഇൻഫോർമേഷൻ. അപ്പോൾ ഒന്നും കൂടി പറയാം. ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് സെക്യൂറിംഗ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ യൂസ് ഓഫ് കോഡ്സ് സോ ദാറ്റ് ഓൺലി ദ authorized person can understand it and access it. ഇതാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. സോ ഇറ്റ് പ്രിവെൻറ്റ്സ് അൺഓതറൈസ്ഡ് ആക്സസ് ടു ദ ഇൻഫോർമേഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സിമെട്രിക് ആൻഡ് അസിമെട്രിക് എൻക്രിപ്ഷൻ? അതെന്താ നമുക്ക് കൊടുക്കാൻ പറ്റുക? സിമെട്രിക് ആൻഡ് അസിമെട്രിക് ഇൻഫോർമേഷൻ. അപ്പോൾ സിമെട്രിക് ആൻഡ് അസിമെട്രിക് എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി, പബ്ലിക് കീ എൻക്രിപ്ഷൻ എന്നും കൂടി പറയും ഈ അസിമെട്രിക് എൻക്രിപ്ഷനെ. അതുപോലെ സിമെട്രിക് എൻക്രിപ്ഷനെ പറയുന്നത് എന്ത് വരും? ഷെയർഡ് കീ എൻക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ മെയിൻ ഡിഫറൻസ് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് വേണ്ടത് അതിൽ ഏതൊക്കെ ടൈപ്പ് കീസാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ സിമെട്രിക് എൻക്രിപ്ഷൻ്റെ കേസ് ആണെങ്കിൽ അതിൽ എൻക്രിപ്ഷൻ കീ ഒരു കീ തന്നെയാണ് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റിനെ എൻക്രിപ്റ്റഡ് ഫോമിലായി സിഫർ ടെക്സ്റ്റ് ആക്കി പിന്നെ വീണ്ടും റിസീവറിന് എത്തുന്നതിന് മുമ്പ് അത് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് മാറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിമെട്രിക് കീയും ഒരു കീ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സെയിം കീ ഈസ് യൂസ്ഡ് ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ഇൻ കേസ് ഓഫ് സിമെട്രിക് എൻക്രിപ്ഷൻ മെത്തേഡ് അല്ലേ. അതുപോലെ അസിമെട്രിക് എൻക്രിപ്ഷൻ ആണെങ്കിൽ എന്ത് പറ്റും? ഡിഫറെൻറ്റ് കീസ്. അപ്പോൾ എൻക്രിപ്ഷൻ്റെ ടൈമിൽ ഒരു കീ യൂസ് ചെയ്യും, ഡിക്രിപ്ഷൻ്റെ സമയത്ത് വേറൊരു കീ യൂസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് എൻക്രിപ്ഷൻ കീയുടെ കേസിലാണ്. അപ്പോൾ സിമെട്രിക് എൻക്രിപ്ഷനിൽ സെയിം കീ ഈസ് യൂസ്ഡ് ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ, ബട്ട് ഇൻ അസിമെട്രിക് എൻക്രിപ്ഷൻ ഡിഫറെൻറ്റ് കീസ് ആർ യൂസ്ഡ് ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഡിക്രിപ്ഷൻ. ഇനി അതിൻ്റെ പെർഫോമൻസ്, സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇതിൽ ഒരു കീ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് സിമെട്രിക് എൻക്രിപ്ഷൻ്റെ കേസിൽ എൻക്രിപ്ഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ എന്താ, വൾണറബിൾ ആവാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഈ അടുത്തത് അസിമെട്രിക് എൻക്രിപ്ഷനിലായിട്ട് എന്ത് പറ്റും? അപ്പോൾ അതിൽ രണ്ട് കേസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻക്രിപ്ഷൻ ഇസ് സ്ലോ ഡ്യൂ ടു ഹൈ കമ്പ്യൂട്ടേഷൻ. അപ്പോൾ കുറേ സമയം എടുക്കുന്നതാണ് അസിമെട്രിക് എൻക്രിപ്ഷൻ. അപ്പോൾ ഈ ഒരു കൺവേർഷൻ ചെയ്യണം, പ്ലെയിൻ ടെക്സ്റ്റിൽ നിന്ന് കോഡൊക്കെ ആയിട്ട് മാറ്റാനായിട്ട് കൺവേർഷൻ ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് കേസിലാണെങ്കിലും. അപ്പോൾ DES, AES, RC4, 3DES ഇതൊക്കെയാണ് സിമെട്രിക് എൻക്രിപ്ഷൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. DES, AES, RC4, 3DS. അപ്പോൾ 3DES. അപ്പോൾ ഇതാണ്
സിമെട്രിക് എൻക്രിപ്ഷൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. അസിമെട്രിക് എൻക്രിപ്ഷൻ ആണെങ്കിൽ ഡിഫി ഹെൽമാൻഡ് ആൻഡ് RSA എന്ന് പറയുന്ന അൽഗോരിതംസ് ആണ് അസിമെട്രിക് എൻക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ ഡാറ്റ ബൾക്കായിട്ട് ബൾക്ക് ഡാറ്റ ട്രാൻസ്മിഷന് യൂസ് ചെയ്യുന്നത് നമ്മൾ ഏതാണ്, സിമെട്രിക് എൻക്രിപ്ഷൻ. അസിമെട്രിക് എൻക്രിപ്ഷൻ്റെ കേസിലാണെങ്കിൽ ഓഫൺ യൂസ്ഡ് ഫോർ സെക്യൂർലി എക്സ്ചേഞ്ചിങ് സീക്രട്ട് കീസ്. അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴായിട്ട് യൂസ് ചെയ്യാനുള്ളൂ. അപ്പോൾ സീക്രട്ട് കീസ് സെക്യൂർലി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അസിമെട്രിക് എൻക്രിപ്ഷൻ. അപ്പോൾ 4 മെയിൻ ഡിഫറൻസ് ആണ് പറയേണ്ടത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമെട്രിക് ആൻഡ് അസിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയേണ്ടത് കീയുടെ ഡിഫറൻസ് ആണ്. സിമെട്രിക് കീയിൽ ഒരേ കീസ് യൂസ് ചെയ്യും, അസിമെട്രിക് ആകുമ്പോൾ ഡിഫറെൻറ്റ് കീസ് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ ഈ സിമെട്രിക് എൻക്രിപ്ഷൻ്റെ പെർഫോമൻസ് ഈസ് വെരി ഫാസ്റ്റ് ബട്ട് more vulnerable, and this asymmetric encryption, the encryption is slow due to high computation. And next is the difference എന്ന് പറയുന്നത് algorithms, that is DES, AES, RC4 algorithms ആണ് സിമെട്രിക് എൻക്രിപ്ഷൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അസിമെട്രിക്കിൽ ഡിഫി ഹെൽമാൻ ആൻഡ് RSA ഈ അൽഗോരിതംസ് ആണ് അസിമെട്രിക് എൻക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ബൾക്ക് ഡാറ്റ ട്രാൻസ്മിഷനിൽ സിമെട്രിക് എൻക്രിപ്ഷൻ യൂസ് ചെയ്യും. സെക്യൂർലി എക്സ്ചേഞ്ച് സീക്രട്ട് കീസിൻ്റെ കേസിലാണ് അസിമെട്രിക് എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡിഫറൻസ്. 4 ഡിഫറൻസസ് ആണ് നമ്മൾ മെയിനായിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്. അടുത്തതെന്ന് പറയുന്നത് വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ IDS ആൻഡ് IPS. IDS, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ഫുൾ ഫോം പറയണം. IDS എന്ന് പറഞ്ഞാൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. അപ്പോൾ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ അതിൻ്റെ വേർഡ് മീനിങ് തന്നെ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനും പറയാം. ഇറ്റ്സ് ഓൺലി ഡിറ്റക്ട്സ് ദ ഇൻട്രൂഷൻ. എന്താണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം? നമുക്കതിൽ ഇൻട്രൂഷൻ മാത്രമാണ് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഹാസ് ടു ടേക്ക് കെയർ ഓഫ് പ്രിവെൻറ്റിങ് ദ ഇൻട്രൂഷൻ. അത് ഡിറ്റക്റ്റ് ചെയ്ത ഇൻട്രൂഷനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ വേറെ എന്തെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. ബട്ട് IPS എന്ന് പറയുന്നത് ഇൻട്രൂഷൻ പ്രിവെൻഷൻ സിസ്റ്റം. That means the system detects the intrusion and also takes the action to prevent the intrusion. അപ്പോൾ IPS എന്ന് പറയുമ്പോൾ IDS only detect but administrator has do some step to avoid this intrusion. But in case of IPS, intrusion prevention, it is intrusion prevention system. This system detects the intrusion and also take the action to prevent the intrusion. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലെയിൻ CIA ട്രയാഡ്. ഇത് നമുക്ക് എല്ലാ ഇൻ്റർവ്യൂവിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന നമുക്ക് 100% പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് CIA ട്രയാഡ്. എന്താണ് CIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? C എന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി, I ഈസ് ഇൻറ്റഗ്രിറ്റി ആൻഡ് A ഈസ് അവൈലബിലിറ്റി. അപ്പോൾ CIA എന്ന് പറയുന്നത് ഒരു മോഡൽ. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറച്ച് പോളിസീസ് എല്ലാം ഫോളോ ചെയ്യണം. ഇൻഫോർമേഷൻ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് പോളിസീസ് ഒക്കെ ഇറ്റ് ഈസ് designed to guide the policies for information securities. അപ്പോൾ CIA is a model that is designed to guide policies for information security. It is one of the most popular model used by the organization. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം കോൺഫിഡൻഷ്യാലിറ്റി. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി? അതായത് കോൺഫിഡൻഷ്യലായിട്ട് സീക്രട്ടായിട്ട് നമ്മൾ ഇൻഫോർമേഷൻസ് കീപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് നമുക്കുള്ള ആ സെൻസിറ്റീവ്, ഇപ്പോൾ ഒരു കമ്പനിയുടെ കേസാണെങ്കിൽ ഇൻഫോർമേഷൻ ഷുഡ് ബി സെൻസിറ്റീവ് ആൻഡ് should be accessible and readable only to the authorized personnel. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണിന് മാത്രമേ അത് ആക്സസ് ചെയ്യാനും റീഡ് ചെയ്യാനായിട്ടുള്ള പ്രിവിലേജ് ഉള്ളൂ അല്ലേ. അപ്പോൾ ഇൻഫോർമേഷൻ ഷുഡ് ബി ആക്സസിബിൾ ആൻഡ് റീഡബിൾ ഓൺലി ടു ദ ഓതറൈസ്ഡ് പേഴ്സൺ. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി. ഇറ്റ് ഷുഡ് നോട്ട് ബി ആക്സസിബിൾ ബൈ അൺഓതറൈസ്ഡ് പേഴ്സണൽ. സോ ഇൻഫോർമേഷൻ ഷുഡ് ബി സ്ട്രോങ്ലി എൻക്രിപ്റ്റഡ്. അപ്പോൾ ഇത് ബാക്കിയുള്ളവരെ ആക്സസ് ചെയ്യാനോ റീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ദ ഇൻഫോർമേഷൻ ഷുഡ് ബി എൻക്രിപ്റ്റഡ്.
just in case someone use hacking to access the data. So even the data is accessed, it is not readable or understandable. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹാക്കർ ഇപ്പോൾ അത് വന്ന് ആക്സസ് ചെയ്ത് കിട്ടിയാലും എന്ത് പറ്റും, അത് എൻക്രിപ്റ്റഡ് ഫോമിലായതുകൊണ്ട് അയാൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താണ്, കോൺഫിഡൻഷ്യാലിറ്റി മീൻസ് ഇൻഫോർമേഷൻ ഷുഡ് ബി ആക്സസിബിൾ ആൻഡ് റീഡബിൾ ഓൺലി ടു ദ ഓതറൈസ്ഡ് പേഴ്സണൽ. ആൻഡ് വാട്ട് ഈസ് ഇൻറ്റഗ്രിറ്റി? ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ഡാറ്റ ഹാസ് നോട്ട് ബി മോഡിഫൈഡ് ബൈ അൺഓതറൈസ്ഡ് എൻറ്റിറ്റി. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു ഹാക്കറിൻ്റെ കയ്യിൽ ഡാറ്റ കിട്ടിയാലും അവർക്ക് ഡാറ്റ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റാൻ പാടില്ല. അതായത് മേക്കിംഗ് ഷുവർ ദ ഡാറ്റ ഹാസ് നോട്ട് ബീൻ മോഡിഫൈഡ് ബൈ അൺഓതറൈസ്ഡ് എൻറ്റിറ്റി. അപ്പോൾ ഡാറ്റ ഒരിക്കലും മോഡിഫൈ ചെയ്യാനായിട്ട് പാടില്ല. അതാണ് അത് മേക്ക് ഷുവർ ചെയ്യുന്നതാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റഗ്രിറ്റി എൻഷുവേഴ്സ് ദാറ്റ് ഡാറ്റ ഈസ് നോട്ട് കറപ്റ്റഡ് ഓർ മോഡിഫൈഡ് ബൈ അൺഓതറൈസ്ഡ് പേഴ്സണൽ. അതാണ് ഇൻറ്റഗ്രിറ്റി. ഇഫ് an authorized individual or system is trying to modify the data and the modification was not successful, the data should be reversed back and should not be corrected. അപ്പോൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു അൺഓതറൈസ്ഡ് പേഴ്സണിൽ ഒരിക്കലും അത് മോഡിഫിക്കേഷനോ കറപ്ഷനോ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡാറ്റ ഷുഡ് ബി അവൈലബിൾ ടു ദ യൂസർ വെൻ യൂസർ റിക്വയർസ് ഇറ്റ്. ഇപ്പോൾ ഒരു കമ്പനിക്ക് അതിനാവശ്യമായിട്ടുള്ള ഡാറ്റാസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാങ്കിലാണെങ്കിൽ അതിന് ആക്സസ് ചെയ്യാവുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, അവൈലബിൾ അറ്റ് എനി ടൈം. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റാസ് എല്ലാം അവൈലബിൾ ആവണം. അത് എൻഷുർ എന്താണ് അവൈലബിലിറ്റി. അപ്പോൾ ഈ 3 കണ്ടീഷൻസും ചെക്ക് ചെയ്യണം നമ്മളൊരു എന്താണ് ഒരു സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത്. കോൺഫിഡൻഷ്യൽ ആണോ, ഇൻറ്റഗ്രിറ്റി ഫോളോ ചെയ്യുന്നുണ്ടോ, അവൈലബിലിറ്റി പ്രോപ്പർ ആണോ എന്നെല്ലാം ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ ഇപ്പോൾ റീച്ചബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ മൊത്തം അവർക്ക് എന്താ പറയുക, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ അവരുടെ ബിസിനസ്സിനെ അത് എഫക്റ്റ് ചെയ്യും ഇപ്പോൾ ഡാറ്റ അവൈലബിൾ അല്ലെങ്കിൽ. അപ്പോൾ ഈ 3 കണ്ടീഷനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്: കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഹൗ ഈസ് എൻക്രിപ്ഷൻ ഡിഫറെൻറ്റ് ഫ്രം ഹാഷിംഗ്? ഹാഷിങ്ങുമായിട്ട് എങ്ങനെയാണ്? ഇപ്പോൾ 2 കേസ് നമ്മൾ പറഞ്ഞു. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോഡ് യൂസ് ചെയ്ത്, നമ്മളിപ്പോൾ ഒരു അൽഗോരിതം യൂസ് ചെയ്ത് കോഡാക്കി അതിനെ ആ ഒരു കോഡാക്കുന്നതാണ് എൻക്രിപ്റ്റഡ് ഫോം. അപ്പോൾ ബോത്ത് എൻക്രിപ്ഷൻ ആൻഡ് ഹാഷിംഗ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് റീഡബിൾ ഡാറ്റ ഇൻ ടു അൺറീഡബിൾ ഫോർമാറ്റ്. രണ്ടാണെങ്കിലും അതിൻ്റെ പർപ്പസ് എന്താ? ഡാറ്റ സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും ചെയ്യുന്നത് റീഡബിൾ ആയിട്ടുള്ള ഡാറ്റേനെ അൺറീഡബിൾ ഫോർമാറ്റിലായിട്ട് കൺവേർട്ട് ചെയ്യാണ്. The difference is that encrypted data can be converted back to original data. Encrypt ചെയ്ത ഡാറ്റ നമുക്ക് ഒറിജിനൽ ഡാറ്റയിലേക്ക് മാറ്റാം ബൈ ദ പ്രോസസ് ഓഫ് ഡിക്രിപ്ഷൻ. ഡിക്രിപ്ഷൻ വെച്ച് നമുക്ക് ആ റീഡബിൾ ആയിട്ടുള്ള ഫോമിൽ നിന്ന് കോഡാക്കി മാറ്റിയെന്ന് ഡിക്രിപ്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് വീണ്ടും ഒറിജിനൽ ഡാറ്റയിലോട്ട് മാറ്റാം. ബട്ട് ഹാഷ് ഡാറ്റ കനോട്ട് ബി കൺവേർട്ടഡ് ബാക്ക് ടു ഒറിജിനൽ ഡാറ്റ. അപ്പോൾ ഹാഷ് ചെയ്ത ഡാറ്റാസ് ഒരിക്കലും ഒറിജിനൽ ഡാറ്റയിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എൻക്രിപ്ഷൻ ആൻഡ് ഹാഷിംഗ്? In a case of hashing, the hash data cannot be converted back to original data, but in case of encryption, the encrypted data can be converted back to original data by the process of decryption. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്.